മതതീവ്രവാദ മനുഷ്യാവകാശ സംഘടനയുടെ പ്രസിഡന്റ് വിളയോടി ശിവൻകുട്ടിയുടെ ഒരു പോസ്റ്റാണ് ഈ വാർത്തയ്ക്ക് അടിസ്ഥാനമായുള്ളത്. PFIയുടെ അടിമ തൊഴിലാളിയായി അന്നും ഇന്നും ഒരു കൂലിപ്പണി എടുത്തു വരുന്ന ഇത്തരം റബ്ബർ സ്റ്റാമ്പുകളെ ഒന്നും സാധാരണ പരിഗണിക്കാറില്ല. എങ്കിലും ശിവൻകുട്ടിയുടെ അവകാശവാദവും തൊലിക്കട്ടിയും കണ്ടപ്പോൾ തോന്നിയ തമാശയിലെ ചില സൂചനകൾ ഏവരുടെയും ഓർമ്മയിൽ നിന്നും മായാതെ ഇരിക്കണം എന്നതുകൊണ്ട് ചിലത് വീണ്ടും ഒന്നിവിടെ പറയുകയാണ്. സിദ്ദിഖ് കാപ്പന്റെ മോചനത്തിന് ചരട് വലിച്ചത് ലീഗ് നേതാവ് തങ്ങളാണ് എന്ന ചിലരുടെ അവകാശവാദത്തിനെതിരെയാണ് നിരോധിത സംഘടനയായ NCHROയുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രതികരിച്ചിരിക്കുന്നത്. ലീഗുകാരെ എട്ടുകാലി മമ്മൂഞ്ഞുമാരാണ് എന്നും വിളയോടി പരിഹസിക്കുന്നുണ്ട്. 2023 ഫെബ്രുവരി ആദ്യമാണ് കാപ്പൻ ജയിലിൽ നിന്നും ഇറങ്ങിയത്. മാർച്ച് മധ്യത്തോടുകൂടി മുസ്ലിം ലീഗ് വർഗീയതയുള്ള സംഘടനയല്ല എന്ന ശ്രദ്ധേയമായ ആധികാരിക പ്രഖ്യാപനം വന്നു. ഇതൊക്കെ യാദൃശ്ചികമായി സംഭവിച്ചതാകാം എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട്. അത് എന്തുമായിക്കൊള്ളട്ടെ, ഇദ്ദേഹത്തിന്റെ മൂത്താപ്പന്മാർ മാളത്തിൽ ഒളിച്ചപ്പോൾ മറ്റു ചിലർ അകത്തായപ്പോൾ ജയിൽ ഇടിഞ്ഞാലും കാപ്പൻ പുറത്തു വരാൻ ബുദ്ധിമുട്ടാകും എന്ന് ബോധ്യപ്പെട്ട ചില തൽപര കക്ഷികൾ തങ്ങളെ പോയി കണ്ട കഥയും ജയിൽ മോചിതനായതിനു ശേഷമുണ്ടായ കൃതജ്ഞതാ പ്രകടനവും ഒന്നും ശിവൻകുട്ടി അറിഞ്ഞില്ല എന്നുണ്ടോ? PFIക്കാർ ശ്രദ്ധിച്ചില്ല എങ്കിലും അന്വേഷണ ഏജൻസികൾ പോലും അന്വേഷിക്കുകയോ റിപ്പോർട്ട് ചെയ്യുകയോ ചെയ്തില്ല. ദേശീയതാപക്ഷത്തു നിന്ന് സ്ഥാനമാനങ്ങൾ നേടിയ രാഷ്ട്രീയ ദ്രോഹികളായ ചില ഒറ്റുകാരുടെ സഹായത്തോടെ നടത്തിയ ഈ രക്ഷാപ്രവർത്തനത്തെ അതിനിശിതമായി തന്നെ അതേ ദിവസങ്ങളിൽ തന്നെ വിമർശിച്ചിട്ടുണ്ട്. ജയിൽ മോചനത്തിന് മുൻപ് പലരും തമ്മിൽ പല ഇടങ്ങളിലായി നടന്ന ചില ചർച്ചകളും മുൻപേ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഒറ്റപ്പെട്ട രക്ഷാപ്രവർത്തനമല്ല. നിരവധി അനവധി ഓപ്പറേഷനുകൾ നടത്തിയ അതേ വഴികളിൽ ഒന്നിൽ കൂടി തന്നെയാണ് ഇതും നടപ്പിൽ വരുത്തിയത്. ഈ വഴികളെക്കുറിച്ച് ശിവൻകുട്ടിക്ക് അറിയില്ല എങ്കിലും ശിവൻകുട്ടിയുടെ മുതലാളിമാർക്കും ജയിലിൽ കിടന്നവർക്കും ഒക്കെ ഇതറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവരൊക്കെ ആ വഴികളിലേക്ക് തിരിഞ്ഞതും കാര്യങ്ങൾ നേടിയതും. സാമ്പിളിന് മീഡിയ വൺ രക്ഷാപ്രവർത്തനങ്ങളുടെ നാൾവഴികൾ കേസിന്റെ പ്രാരംഭ ദിശയിൽ തന്നെ ചൂണ്ടിക്കാട്ടിയതാണ്. മാറാട് വിഷയത്തിലെ CBI അന്വേഷണ സാധ്യത തന്നെ തിരസ്കരിക്കപ്പെടുന്ന സാഹചര്യവും മുൻകൂട്ടി ചൂണ്ടിക്കാട്ടിയതാണ്. മുൻപ് പലകുറി സൂചിപ്പിച്ചതുപോലെ തന്നെ AR നഗർ ബാങ്ക് കേസ് ഇന്നും യാതൊരു നടപടിയും പാടില്ലാത്ത ഇനത്തിൽ തന്നെയാണല്ലോ. ഡിപ്ലോമാറ്റിക് സ്വർണ്ണക്കടത്ത് കേസിലെ ശരിയായ പ്രതികളെ മാതൃകാപരമായ അന്വേഷണ മികവിനെ തുടർന്നുള്ള നടപടിയിൽ അകത്താക്കിയിട്ടും ഉണ്ട്. എന്തായാലും നിനക്ക് നീ തന്നെ തുണ, അല്ലെങ്കിൽ രക്ഷ എന്ന് തന്നെ പറയണം.